നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പാർട്ട് എ പാർട്ട് ബി കംപ്ലീറ്റ് ചെയ്ത് പാർട്ട് സിയിലാണ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. അടുത്ത് വരുന്നത് ഡിഫൈൻ ദ ടേം രസ ഇൻ സാൻസ്ക്രിറ്റ് ആണ്. രസ ഡിഫൈൻ ദ ടേം രസ എന്ന ടേം ഡിഫൈൻ ചെയ്യണം. ഞാനത് 2 മാർക്കിനാണെങ്കിലും അത് ഇങ്ങനെ കുറച്ച് ലെങ്തി ആയിട്ട് അത് എഴുതിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടാകും. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ തന്നെ 4 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ ചോദിക്കും. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. രസ ഡിഫൈൻ ദ ടേം രസ ഇൻ സാൻസ്ക്രിറ്റ് ആണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് നോട്ടിൽ അടയാളപ്പെടുത്തി കൊടുച്ചാൽ നല്ലതായിരിക്കും. അന്ന് എത്രയാണ് നിങ്ങൾക്ക് ഈ നോട്ട് മേടിച്ചത്? നിങ്ങള് 108 അല്ലേ? എത്ര 10-200 പേജ് കാണുമല്ലോ. അപ്പൊ എത്ര പേജ് മൊത്തത്തില്? ഓക്കെ, എല്ലാം എടുത്തല്ലേ നിങ്ങള്? ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ല. ടെക്സ്റ്റ് കിട്ടാൻ ലേറ്റ് ആകും. ടെക്സ്റ്റ് കിട്ടുമ്പോൾ ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യമില്ല. അതുവരെയുള്ള പ്രശ്നമേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞ ടെക്സ്റ്റ് നമുക്ക് അവിടെ ചെന്ന് നോക്കാം. ട്രിവാൻഡ്രത്ത് പോയിട്ട് ചോദിക്കാം. ഒത്തിരി പേരുണ്ടല്ലോ ഇവിടെ നിന്ന് ഒരുമിച്ച് പോകാൻ. രസ എന്ന് പറഞ്ഞാൽ ഈസ്തെറ്റിക് സെന്റിമെന്റ്. രസ എന്ന് പറഞ്ഞാല് ഈസ്തെറ്റിക് സെന്റിമെന്റ്. ഈസ്തെറ്റിക് എന്ന് പറഞ്ഞാൽ ബ്യൂട്ടി, സൗന്ദര്യം, അല്ലെങ്കിൽ റിഫൈൻഡ് എക്സ്പീരിയൻസ്. സെന്റിമെന്റ് എന്ന് പറഞ്ഞാൽ ഡീപ് ഫീലിംഗ് അല്ലെങ്കിൽ ഇമോഷൻ. അപ്പൊ രസ എന്ന് പറഞ്ഞാൽ രസ മീൻസ് ദ ബ്യൂട്ടിഫുൾ ഇമോഷണൽ ഫ്ലേവർ ഓഫ് ദി ഡ്രാമ ദാറ്റ് ടച്ചസ് ദ ഓഡിയൻസസ് ഹാർട്ട്. രസ എന്ന് പറയുന്നത് എന്താണ്? നാടകത്തിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ഇമോഷണൽ ആയിട്ടുള്ളതുമായ ഫ്ലേവർ ആണ്. അതെന്തിനെ ചെയ്യും? ഓഡിയൻസിന്റെ ഹൃദയത്തെ സ്പർശിക്കുന്നത്. ഞാനത് വിശദമായിട്ട് പറയുന്നുണ്ട് അങ്ങോട്ട്. രസ കംസ് ഫ്രം 4 കോമ്പണൻസ്. രസയ്ക്കകത്ത് 4 കമ്പണൻസ് ഉണ്ട്. രസയ്ക്കകത്ത് 4 കമ്പണൻസ് ഉണ്ട്. ഒന്ന് വിഭവ. ഒന്നെന്താണ്? വിഭവ. രസ കംസ് ഫ്രം 4 കോമ്പണൻസ്. രസ കംസ് ഫ്രം 4 കോമ്പണൻസ്. നമ്പർ 1 വിഭവ. വിഭവ എന്താണ്? ദ കോസ് ഓഫ് ഇമോഷൻ. ഇമോഷന് കാരണമായിട്ടുള്ള കാരണം എന്താണ്? എക്സാമ്പിൾ, എ സിറ്റുവേഷൻ ഇൻ ദ പ്ലേ ലൈക്ക് എ ഹീറോ മീറ്റിംഗ് ദ ഹീറോയിൻ. ഒരു നാടകത്തിൽ ഒരു ഹീറോയിനെ മീറ്റ് ചെയ്യുന്ന ആ ടൈമൊക്കെ കോസ് ഓഫ് ഇമോഷൻ. അഭിചാര ശകുന്തളത്തിൽ ദുഷ്യന്തൻ ശകുന്തളയെ കാണുന്നതായ സമയത്തൊക്കെ വിഭവയ്ക്ക് ഉദാഹരണമാണ്. അനുഭവ, ദ ഔട്ട്വേർഡ് എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ഇമോഷൻ. ആ വികാരത്തിന്റെ പുറമേയുള്ളതായ പ്രകടനങ്ങൾ എന്തൊക്കെയാണ്? സ്മൈൽ, ടിയർ, ഗസ്റ്റർ, ടോൺ ഓഫ് വോയിസ്. ഇതെല്ലാം എന്തിൽ വരും? അനുഭവയില് വരും. അത് കഴിഞ്ഞിട്ട് വരുന്നത് വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവ എന്ന് പറഞ്ഞാല് ടെമ്പററി സപ്പോർട്ടിങ് ഇമോഷൻസ് ആണ്. അതിനകത്ത് ഫിയർ, ഡൗട്ട്, എക്സൈറ്റ്മെന്റ്, ഇതെല്ലാം മെയിൻ ഫീലിങ്ങിനെ കളർ ചെയ്യുന്നതാണ്. പിന്നെ അവസാനം വരുന്നത് സ്ഥായി ഭാവ. അതാണ് ഡോമിനന്റ് ആയിട്ടുള്ള ലാസ്റ്റിംഗ് ഇമോഷൻ. എക്സാമ്പിൾ, ലവ്, കറേജ്, ആങ്കർ, ഇതെല്ലാം സ്ഥായി ഭാവയ്ക്കകത്ത് വരും. ഞാൻ എന്റെ നോട്ട് നിങ്ങൾക്ക് തരാം. ഞാൻ ഫുൾ ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ അത് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. പർപ്പസ് ഓഫ് രസ. Watching the play, the audience doesn't just see events, they experience emotions in a refined way. അപ്പോ ഒരു നാടകം, ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തില് സിനിമ എന്നൊക്കെ പറഞ്ഞാല് സാധാരണഗതിയിൽ സിനിമകൾ ആളുകൾ എന്തിനാ ചെയ്യുന്നത്? ജസ്റ്റ് ഒരു കാണുന്നത് തന്നെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. എന്നാല് നാട്യശാസ്ത്രം, അതായത് നാടകത്തിന്റെ നിയമങ്ങളായ ഭരതമുനി എഴുതിയതായ നാട്യശാസ്ത്ര പ്രകാരം ഒരു നാടകം ഒരാൾ കണ്ടു കഴിയുമ്പോൾ അയാൾക്ക് അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ, കുറെ നേട്ടങ്ങൾ ഉണ്ടാകണം. അപ്പൊ വെറുതെ വന്നിരുന്ന് ചുമ്മാ സമയം പോകാനായിട്ട് നാടകം കാണുന്നതല്ല. ആ നാടകം കാണുന്നത് വഴി അയാൾക്ക് എന്തുണ്ടാകണം? ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിച്ചായിരുന്നു. ഒരു നാടകം ഒരു വ്യക്തി കാണുന്നത് വഴി ഒത്തിരി മാറ്റങ്ങൾ എന്ത് വേണം? ഒരു വ്യക്തിയിൽ ഉണ്ടാകണം. അത് നിർബന്ധമാണ്. അപ്പോ അപ്പം ഈ രസ എന്ന് പറയുന്നത് എന്താണ്? അപ്പൊ ഈ നാടകം കാണുമ്പോൾ ആ വ്യക്തിയില് എന്താണ്? ഒരു എന്ത് പറയാനായിട്ട്, ഒരു റിഫൈൻഡ് ആയിട്ടുള്ള, അതായത് അദ്ദേഹത്തിന്റെ വികാരങ്ങൾ തന്നെ എന്ത് ചെയ്യണം? ഒരു വ്യത്യസ്തമായ വികാരങ്ങൾ തന്നെ അദ്ദേഹത്തിലേക്ക് എന്ത് കൊണ്ടുവരണം? ആ നാടകം കൊണ്ടുവരണം. അതാണ് വാച്ചിങ് ദ പ്ലേ. നാടകം കാണുന്നത് വഴി. അപ്പൊ എന്താണ് രസയുടെ ഉദ്ദേശ്യം? ദ പർപ്പസ് ഓഫ് രസ. അപ്പൊ രസയുടെ ഉദ്ദേശം എന്തോന്നാണ്? വാച്ചിങ് ദ പ്ലേ. നാടകം കാണുന്നത് വഴി ദ ഓഡിയൻസ് ഡസ് നോട്ട് ജസ്റ്റ് സീ ഇവന്റ്സ്. വെറുതെ ഇരുന്ന് കാര്യങ്ങൾ കാണുകയല്ല. ദേ എക്സ്പീരിയൻസ് ഇമോഷൻസ്. അവരെന്ത് ചെയ്യുകയാണ്? അവർ ആ വികാരങ്ങൾ അനുഭവിക്കുകയാണ്. പിന്നെ റിഫൈൻഡ് വേ. ഒരു റിഫൈൻഡ് വേയിൽ അവരുടെ എന്താണ്? ഇപ്പം ദുഃഖമായിരിക്കുക, സന്തോഷമായിരിക്കുക, വികാരങ്ങൾ അവർ അനുഭവിക്കുകയാണ്. അതാണ് രസയുടെ പ്രാധാന്യം. ദിസ് എക്സ്പീരിയൻസ് ഈസ് നോട്ട് ഓർഡിനറി ഇമോഷൻ. ദിസ് എക്സ്പീരിയൻസ്, ഈ അനുഭവം എങ്ങനെയല്ല? നോട്ട് ഓർഡിനറി ഇമോഷൻ, സാധാരണമായ വികാരങ്ങളല്ല. ലൈക്ക് പേഴ്സണൽ സാഡ്നെസ് ഓർ ആങ്കർ. പെട്ടെന്ന് നമുക്ക് വ്യക്തിപരമായി ഉണ്ടാകുന്ന ദേഷ്യമോ
അതോടൊപ്പം ദുഃഖമോ പോലുള്ള വ്യക്തിപരമായ വികാരങ്ങളല്ല, ബട്ട് എ ബ്ലിസ്ഫുൾ, ഒരു അനുഗ്രഹീതമായ യൂണിവേഴ്സൽ ഫീലിംഗ് ഷെയർഡ് ബൈ എവരി വൺ വാച്ചിങ്. ഇത് കാണുന്ന എല്ലാവർക്കും ഈ അനുഭവങ്ങൾ എന്ത് ചെയ്യും? ഒരുപോലെ അവർക്കെല്ലാം അനുഭവപ്പെടും. ഇസ് വൈ ഇറ്റ് ഈസ് സെഡ്, അതുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പറയുന്നത്, ദ ഹയസ്റ്റ് പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ ടു ഇവോക്ക് രസ. സോ വാട്ട് ഈസ് ദ ഹയസ്റ്റ് പർപ്പസ് ഓഫ് സാൻസ്ക്രിറ്റ് ഡ്രാമ? The highest purpose of Sanskrit drama is to evoke rasa. The highest purpose of Sanskrit drama is to evoke rasa. To give the audience a deep aesthetic joy. സൗന്ദര്യാത്മകരമായ ഒരു സന്തോഷം കാഴ്ചക്കാരന് നൽകുക എന്നുള്ളതാണ് ഇതിന്റെ ഉദ്ദേശം, രസ എന്നുള്ളതിന്റെ ഉദ്ദേശം. ഞാൻ ഉദാഹരണമായിട്ട് നമുക്ക് ശകുന്തളയിൽ നിന്ന് ഈ രസ എന്നുള്ളതിനെ നമുക്ക് കണ്ടെത്താം. വിഭവ, ആ ശകുന്തള എന്ന കഥ അറിയാലോ. അതിലെ വിഭവ എന്താണ്? അതിലെ കോസ് ഓഫ് ഇമോഷൻ, അതിലെ വികാരങ്ങൾക്കുള്ള കാരണം എന്താണ്? കിങ് ദുഷ്യന്ത മീറ്റ്സ് ശകുന്തള ഇൻ ദ ഹെർമിറ്റേജ്. ദുഷ്യന്ത രാജാവ് ശകുന്തള എവിടെ കാണുന്നു? തപോവനത്തിൽ കാണുന്നു. ദർ ഫസ്റ്റ് മീറ്റിംഗ്, അവിടെ ആദ്യമായി കൂട്ടിമുട്ടൽ. ഹെർ ഇന്നസെൻസ് ആൻഡ് ഹാസ് അട്രാക്ഷൻ ടു ഹെർ. അപ്പോ ഈ ശകുന്തള എന്താണ്? അവൾക്ക് ലോകത്തുമായിട്ട് ഒരു ബന്ധവും ഇല്ല, അതുകൊണ്ട് അവൾ ഇന്നസെന്റ് ആണ്. ഒന്നും അറിഞ്ഞുകൂടാത്തതായ ശകുന്തള ഇന്നസെൻസും ആൻഡ് ഹീസ് അട്രാക്ഷൻ ടു ഹെർ, എന്ത് ചെയ്യാണ്? ഈ രാജാവ് അവളിലേക്ക് ആകൃഷ്ടയാകുന്നു. അതെല്ലാം എന്തിനെയാണ്? സെറ്റ് ദ കോസ് ഫോർ ശൃംഗാര രസ. അതെല്ലാം അവിടുത്തെ അതിനുള്ളതായ ഒരു അടിത്തറ ഇടുകയാണ്. അപ്പൊ ദർ ഫസ്റ്റ് മീറ്റിംഗ്, അവിടെ ആദ്യമായി കൂടിച്ചേർസെൻസ്, അവളുടെ ഇന്നസെൻസും ആൻഡ് ഹിസ് അട്രാക്ഷൻ ടു ഹെർ സെറ്റ് ദ കോസ് ഫോർ ശൃംഗാര രസ, ദ സെന്റിമെന്റ് ഓഫ് രസ. ബേസിക്കലി വിഭവ എന്ന് പറയുന്നത് അവിടുത്തെ ഇമോഷണൽ കാരണം എന്തോന്നാണ്? അവർ തമ്മിലുള്ളതായ കൂട്ടിമുട്ടൽ. വിഭവ എന്നുള്ളതായ കോസ് ഓഫ് ഇമോഷൻ എന്തോന്നാണ്? ഇവർ തമ്മിലുള്ളതായ കൂട്ടിമുട്ടൽ. രണ്ടാമത്തത് നമ്മൾ പഠിച്ചത് വിഭവ കഴിഞ്ഞിട്ട് അനുഭാവ. അനുഭാവ, വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. അതെന്തോന്നാണ്? അവർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ശകുന്തള ബ്ലഷസ്. അപ്പോ ശകുന്തളയുടെ ബ്ലഷ് ചെയ്യുക എന്ന് വെച്ചാൽ കവളൊക്കെ തുടുക്കുന്നു, അതായത് എന്താണ്? സ്നേഹം കൊണ്ട് കവളൊക്കെ തുടുക്കുന്നു. ലോവർ ഹെർ ഐസ്, അവള് കണ്ണ് താഴ്ക്കുന്നു. ഹെസിറ്റേറ്റ് ടു സ്പീക്ക്, സംസാരിക്കുന്നതിൽ നിന്ന് വിമുഖത കാട്ടുന്നു. അതൊക്കെ എന്തോന്നാണ്? അനുഭവയാണ്. അതിനൊക്കെ അനുഭവ, വിസിബിൾ എക്സ്പ്രഷൻ ഓഫ് ഇമോഷൻ. അതുപോലെ തന്നെ ദുഷ്യന്ത ഷോസ് അഡ്മിറേഷൻ. ദുഷ്യന്തനും എന്ത് ചെയ്യുന്നു? അഡ്മിറേഷൻ, അവളെ അംഗീകരിക്കുന്നു. സ്പീക്സ് ടെൻഡർലി, മൃദുലമായി സംസാരിക്കുന്നു. ആൻഡ് ട്രൈസ് ടു വിൻ ഹർ അഫെക്ഷൻ, അവളുടെ സ്നേഹം നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു. ദീസ് ഔട്ട്വേർഡ് ഗസ്റ്റേഴ്സ് എക്സ്പ്രസ് ദ ഇന്നർ ലവ് ഡെവലപ്പിംഗ് ബിറ്റ്വീൻ ദം. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ അവർ തമ്മിലുള്ള സ്നേഹത്തെ ദൃഢമാക്കുന്നു. അടുത്ത് വരുന്ന എന്താണ്? ഇവയെ സപ്പോർട്ട് ചെയ്യുന്നതായ ഇമോഷൻസ്, അതായത് വ്യഭിചാരി ഭാവ. വ്യഭിചാരി ഭാവം എന്തോന്നാണ്? ടെമ്പററി ഇമോഷൻസ് അപ്പിയർ ത്രൂ ഔട്ട് ദ പ്ലേ. നാടകത്തിലുടനീളം ഉണ്ടാകുന്നതായ താൽക്കാലികമായുള്ള വികാരങ്ങൾ എന്തൊക്കെയാണ്? ആൻസൈറ്റി. ആൻസൈറ്റി എന്താണ്? ഉത്കണ്ഠ. വെൻ ശകുന്തള ലോങ്സ് ഫോർ ദുഷ്യന്ത, ശകുന്തള ദുഷ്യന്തിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ആൻസൈറ്റി ഉണ്ടാകുന്നു, സോറോ ഉണ്ടാകുന്നു. വെൻ ഷീ ഈസ് കഴ്സ്ഡ് ബൈ സേജ് ദുർവാസ ആൻഡ് ഫർഗോട്ടൻ ബൈ ഹർ ഹസ്ബൻഡ്. ദുർവാസ മഹർഷി അവളെ ശപിക്കുമ്പോൾ അവൾ എന്ത് ചെയ്തു പോകുന്നു? ദുഃഖത്തിലായി പോകുന്നു. അപ്പൊ അതൊക്കെ എന്തോന്നാണ്? വ്യഭിചാരി ഭാവയാണ് അല്ലെ? ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായ ഇമോഷൻസ് ആണ്. ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടാകുന്നു. വെൻ ദർ ആർ സൈൻസ് ഷീ മൈ ബി റീയുണൈറ്റഡ്, താന് പിന്നെ ആരോടുകൂടെ? ദുഷ്യന്തനോട് കൂടെ എത്തിച്ചേരുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നു. അതും വ്യഭിചാരി ഭാവയാണ്, സപ്പോർട്ടിങ് ഇമോഷൻസ് ആണ്. ദീസ് കീപ് ഷിഫ്റ്റിംഗ് ബട്ട് ദേ സപ്പോർട്ട് ദ മെയിൻ രസ. അത് കഴിഞ്ഞ് വരുന്നത് എന്താണ്? സ്ഥായി ഭാവ. എന്താണ് സ്ഥായി ഭാവ? ഡോമിനന്റ് ഇമോഷൻ. ഇവിടുത്തെ ഡോമിനന്റ് ഇമോഷൻ എന്തോന്നാണ്? ലവ്, സ്നേഹമാണ് ഇവിടുത്തെ ഡോമിനന്റ് ആയിട്ടുള്ള ഇമോഷൻ. ദ സെൻട്രൽ ലാസ്റ്റിംഗ് ഇമോഷൻ ഈസ് ലവ്. ഇവിടെ സ്ഥിരമായി നിൽക്കുന്നതായ വികാരം എന്ത് തന്നെയാണ്? സ്നേഹം തന്നെയാണ്. ഈവൻ ത്രൂ സെപ്പറേഷൻ, ഡെസ്പയർ ആൻഡ് സഫറിംഗ്, ദ അണ്ടർലൈങ് ഫീലിംഗ് ഈസ് ലവ്. In the end, when Dushyanta recognizes Shakuntala with the law string, love is fulfilled and the play reaches its blissful conclusion. Watching Shakuntala's purity, her suffering and her reunion with Dushyanta, they do not just see a story. ഇവിടെ നോക്കി, ശകുന്തള എന്ന നാടകം ഒരാൾ കാണുമ്പോൾ അവരൊരു കഥയല്ല കാണുന്നത്, അവർ വെറുതെ ഒരു സംഭവമല്ല അവരെന്ത് ചെയ്യുന്നത്? അവര് കാണുന്നത്. പക്ഷെ എന്താണ്? they feel a refined universal love. അവർ യഥാർത്ഥമായ സ്നേഹം എന്താണെന്ന് തിരിച്ചറിയുന്നു. അപ്പൊ ഇന്നും യഥാർത്ഥ സ്നേഹത്തിന്റെ പ്രതീകമായിട്ട്
ദുഷ്യന്തന് ശകുന്തളയും തമ്മിലുള്ള സ്നേഹത്തെ എന്ത് ചെയ്യുന്ന ആൾക്കാര് പറയാറുണ്ട്. അപ്പൊ ആ നാടകം കാണുമ്പോൾ ആളുകളിലേക്ക് അത് എന്ത് കൊണ്ടുവരുന്നുണ്ട്? ഒരു റിഫൈൻഡ് ഇമോഷൻ. അതായത് ഒരുപക്ഷെ ഇപ്പൊ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് സ്നേഹം എന്നുള്ളതിന് പലവിധമായ അർത്ഥങ്ങൾ നമ്മുടെ മനസ്സിൽ കാണും. ഇപ്പൊ ഒരു സ്നേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടതായ കഥകൾ കാണും, ഇപ്പൊ ഒരാളുടെ ചരിത്രം നമ്മൾ കേട്ടിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കുമെങ്കിൽ തന്നെ നമ്മൾ ഇതുപോലൊരു നാടകം നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾക്കുള്ളിലുള്ളതായ സ്നേഹം എന്ന വികാരത്തെ എന്ത് ചെയ്യും, അത് ശരിയാക്കിയെടുക്കും. മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിലുള്ളതായ സ്നേഹം എന്ന വികാരത്തെ അത് യഥാർത്ഥ സ്നേഹം എന്ന വികാരത്തിലേക്ക് അതിനെ കൊണ്ടുവരും. എന്ത് കൊണ്ടുവരും? നാടകം കൊണ്ടുവരും. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളൊരു സിനിമ കാണുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ചിലപ്പോൾ വെറുതെ ഒന്ന് രസത്തിന് വേണ്ടി നമ്മൾ കാണും, സമയം പോകാൻ വേണ്ടി കാണും. അപ്പൊ അത് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് ഇതിന് ഡ്രാമയെ കാണാൻ പറ്റത്തില്ല. ഡ്രാമ എന്ത് അവർ എഴുതുന്നത് തന്നെ ആ കാഴ്ചക്കാരനിൽ എന്തുണ്ടാക്കണം, മാറ്റങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയോട് കൂടിയാണ് അവരത് എഴുതുന്നത്. ഇതൊക്കെ നിങ്ങൾ എക്സാമിൽ എഴുതുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? നല്ല മാർക്ക് കിട്ടും. നിങ്ങൾക്ക് കണ്ടന്റ് അറിയാമെന്ന് അവർക്ക് മനസ്സിലായി കഴിയുമ്പോൾ അവര് മാർക്ക് തരുന്നതിൽ എന്ത് ലുബ്ധിക്കത്തില്ല. Watching Shakuntala's purity, her suffering, and her reunion with Dushyantala, they do not just see a story, they feel a refined universal love that goes beyond personal romance, something spiritual and deeply moving. അപ്പൊ ഈ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? ഇതൊരു ഒരു യഥാർത്ഥ സ്നേഹമാണ്. ഒരു വെറുതെ ഉള്ളതായ ഒരു സ്നേഹമല്ല, യഥാർത്ഥമായ ഒരു സ്നേഹമാണ്. The aesthetic joy is what Sanskrit drama aims for, the highest purpose of rasa. അപ്പം എന്താണ് യഥാർത്ഥമായ സൗന്ദര്യം, ഈസ്തെറ്റിക് ജോയ്, സൗന്ദര്യാത്മകപരമായ സന്തോഷം, അതാണ് സാൻസ്ക്രിറ്റ് ഡ്രാമ ലക്ഷ്യം വയ്ക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ നിങ്ങളൊന്ന് 6-8 വർഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. പക്ഷെ നിങ്ങൾക്ക് ഈ പറയുന്ന പോർഷനോട് ഒരു താല്പര്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നപ്പോൾ എല്ലാം നിങ്ങൾക്ക് അതുപോലെ മനസ്സിലാകത്തില്ല. പക്ഷെ നിങ്ങൾ തന്നെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ നല്ലൊരു ഐഡിയ കിട്ടും. അത് വെച്ച് നിങ്ങൾ എക്സാമിന് എഴുതിയാൽ മതി, നല്ല മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. വാട്ട് ആർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ അതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഫുള്ള് സാൻസ്ക്രിറ്റ് ഡ്രാമയുടെ ഒരു പാർട്ടായിരുന്നു പഠിപ്പിച്ചത് ഇംഗ്ലീഷ് സ്റ്റുഡൻസ്. അതുകൊണ്ട് നിങ്ങൾ കേട്ടാൽ കുറെ കൂടി മനസ്സിലാകും. വാട്ട് ആർ ദ five transitions of an ideal Sanskrit play? What are the 5 transitions of an ideal Sanskrit play? ഒരു യഥാർത്ഥം ഐഡിയൽ എന്ന് പറഞ്ഞാല് ശരിക്കുള്ളതായ ഒരു സാൻസ്ക്രിറ്റ് പ്ലേയുടെ 5 ട്രാൻസിഷൻസ് ഓർത്ത് വെക്കുക. ഒന്നൊന്നാണ് 5 എണ്ണമുണ്ട്. ഒന്ന് ഒന്നെന്താണ് മുഖ എന്ന് പറഞ്ഞാല് ദ ബിഗിനിങ് ഓർ ദ സീഡ് ഓഫ് ദ പ്ലോട്ട്. മുഖ എന്ന് പറഞ്ഞാല് ഒറിജിൻ അല്ലെങ്കിൽ ദ ബിഗിനിങ് ഓർ ദ സീഡ് ഓഫ് ദ പ്ലോട്ട്. മുഖ കഴിഞ്ഞാല് പ്രതിമുഖ, അതായത് ഇൻസിഡന്റ്, സംഭവങ്ങൾ. ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റോറി ത്രൂ ഗുഡ് ആൻഡ് ബാഡ് ഇവന്റ്സ്. അതിന് ഗർഭയിൽ നിന്നാണ് ഗുഡ് ആക്ഷൻസ് ഓർ ഈവന്റ്സ് പോയിന്റിങ് ടുവേർഡ് ദ എയിം. വിമർശ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞ ക്രൈസിസ്, ബാഡ് ആക്ഷൻസ്, തെറ്റായ പ്രവൃത്തികൾ, ഓർ ഇവന്റ്സ് ഔട്ട്വേ ദ ഗുഡ് ആൻഡ് ഡൈവേർട്ട് ഫ്രം ദ എയിം. പിന്നെ വരുന്നത് നിർവ്വഹണ, കംപ്ലീഷൻ, ദ കൺക്ലൂഷൻ വെയർ ഓൾ ത്രെഡ്സ് ആർ റിസോൾവ്ഡ്. അതാണ് 5 എലമെന്റ്സ്. ഏതൊക്കെയാണ്? മുഖ, പ്രതിമുഖ, ഗർഭ, വിമർശ, നിർവ്വഹണ. അതുപോലെ പഠിച്ചാൽ മതി. ഒറിജിൻ, ഇൻസിഡന്റ്, ജേം, ക്രൈസിസ്, കംപ്ലീഷൻ. ഞാൻ അത് നേരത്തെ പഠിപ്പിച്ചായിരുന്നു അത് നിങ്ങളെ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ. നെയിം 2 supernatural or grotesque elements found in ഭാവഭൂതി's play. ഭാവഭൂതിയുടെ നാടകങ്ങളിലുള്ളതായ 2 സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ളതായ എലമെന്റ്സിനെ കുറിച്ച് പറയാനാണ്. 2 supernatural or grotesque elements are ghosts and curses. 2 അമാനുഷികമായുള്ള കഥാപാത്രങ്ങൾ എന്തൊക്കെയാണ്? ഗോസ്റ്റ് എന്ന് പറഞ്ഞാല് എന്താണ്? പ്രേതങ്ങൾ, ഗോസ്റ്റ്. കഴ്സസ്, ശാപങ്ങൾ. ഇൻ ഭാവബുദ്ധീസ് ഉത്തര രാമചരിത, ഭാവബുദ്ധിയുടെ ഉത്തര രാമചരിത, അതായത് ദ ലേറ്റസ്റ്റ് സ്റ്റോറി ഓഫ് രാമ. ഉത്തര രാമചരിത ഒക്കെ പഠിക്കാൻ എളുപ്പം, മലയാളം പോലെ ഉള്ള ഉത്തര രാമചരിത. ദ ഡ്രാമ കണ്ടിന്യൂസ് ദ രാമായണ ആഫ്റ്റർ സീതാസ് എക്സൈൽ. ആ ഡ്രാമയിൽ എന്താ പറയുന്നത്? കണ്ടിന്യൂസ് ദ രാമായണ ആഫ്റ്റർ സീതാസ് എക്സൈൽ. സീതയുടെ നാടുകടത്തലിന് ശേഷമുള്ളതായ കഥ പറയുന്നത്. The curse of destiny and divine interventions play a big role in Rama and Sita's suffering and reunion. അവിടെ എന്തൊക്കെയാ വരുന്നത്? കഴ്സ് ഓഫ് ഡെസ്റ്റിനി. ഞാൻ ഇതെല്ലാം മലയാളത്തിൽ പറയണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടന്റ്.
കൾട്സ് ഓഫ് ഡെസ്റ്റിനിയും അതോടൊപ്പം തന്നെ നിത്യതയുടെ ശാപങ്ങളും. ചിലപ്പോൾ കറക്റ്റ് ഞാൻ പറയുമ്പോൾ അതിന് അർത്ഥം വരണമെന്നുമില്ല. അതിന്റെ ഡിവൈൻ ഇന്റർവെൻഷൻസ്, ഡിവൈൻ എന്ന് വെച്ചാൽ ദൈവിക ഇന്റർവെൻഷൻ, ഇടപെടലുകൾ. അതിന്റെ ഡിവൈൻ ഇന്റർവെൻഷൻസ് പ്ലേ എ ബിഗ് റോൾ ഇൻ രാമ ആൻഡ് സീത സഫറിംഗ് ആൻഡ് റീയൂണിയൻ. അതുപോലെ അതേതിലാണ്? ഭാവബുദ്ധിയുടെ ഉത്തര രാമചരിത. ഉത്തര രാമചരിത, അതായത് ലേറ്റസ്റ്റ് സ്റ്റോറി ഓഫ് രാമയാണ്. അതിനകത്ത് സീതയുടെ എക്സൈലിന് ശേഷം, നാടുകടത്തലിന് ശേഷമുള്ളതായ സീതയുടെ നാടുകടത്തലിന് ശേഷമുള്ളതായ നാടകത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ എന്തൊക്കെയാ വരുന്നത്? കട്സ് ഓഫ് ഡെസ്റ്റിനി. എന്താണ്? നിത്യതയുടെ, ഡെസ്റ്റിനി എന്ന് വെച്ചാൽ നിത്യത, അതിന്റെ ശാപങ്ങൾ. അതിന്റെ ഡിവൈൻ ഇന്റർവെൻഷൻസ്, എന്താണ്? ദൈവിക ഇടപെടലുകൾ. പ്ലേ എ ബിഗ് റോൾ ഇൻ രാമ ആൻഡ് സീത സഫറിംഗ് ആൻഡ് റീയൂണിയൻ. അതുപോലെ അടുത്തത് എന്താണ്? മഹാവീരചരിത. അതെന്താണ്? ദ ഗ്രേറ്റർ ഡീഡ്സ് ഓഫ് രാമ. രാമന്റെ വലിയ പ്രവൃത്തികൾ. അപ്പാർട്ട് ഫ്രം ദ ഹീറോയിക് ആക്ഷൻസ് ഓഫ് രാമ, there are supernatural beings and curses that shape the course of events, showing how divine will and human action interacted. In his play, Bhavabhuti also uses spirit or ghost-like appearances to create a sense of pathos and to highlight the tragic or intense situations his characters face. So in his plays, Bhavabhuti also uses spirits or ghost-like appearances to create a sense of pathos and to highlight the tragic or intense situations his character face. This through curses that bring suffering and ghostly presence that evoke fear or sorrow. Bhavabhutis are a darker, more emotional dimension to Sanskrit drama. Okay, രണ്ടു ദിവസം വായിക്കാൻ ഞാൻ നോട്ട് അതുപോലെ എനിക്ക് ഷെയർ ചെയ്തേക്കാം. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. Mention any two differences between Indian classical drama and Greek drama. വിദ്യക്ക് ഓർമ്മയുണ്ടോ അത് പഠിച്ചത്? ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയും ഗ്രീക്ക് ഡ്രാമയൊക്കെ എന്തൊക്കെയാണ്? ഗ്രീക്ക് ഡ്രാമ ഓപ്പൺ എൻഡ്സ് ഇൻ ട്രാജഡി, അല്ലെ? ഗ്രീക്ക് ഡ്രാമയിൽ എന്തുണ്ടാകും? ട്രാജഡി. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അന്ന് ഞാൻ പറഞ്ഞു തന്നത്? എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഡ്രാമയിൽ, ഇന്ത്യൻ സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ട്രാജഡി ഇല്ലാത്തതിന് കാരണം? അതാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ്. അതായത് എന്താണ്? ഈവൻ ആഫ്റ്റർ അത് റീബർത്ത്, ദേ ബിലീവ് ഇൻ റീബർത്ത്. ഇന്ത്യൻ എന്താണ്? നമ്മുടെ ഇന്ത്യൻ വിശ്വാസം അനുസരിച്ച് എങ്ങനെയാണ് റീബർത്തിൽ വിശ്വസിക്കുന്നത്. അപ്പോ എന്താണ്? ബർത്ത് ഉണ്ടായിട്ട്, അതായത് ഫൈനലി ഒരു വ്യക്തി എന്ത് ചെയ്യണം? അയാളുടെ സോള് എന്താണ്? ബ്രഹ്മാവിൽ എന്ത് ചെയ്യണം? ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഹിന്ദു മിത്ത്, അതായത് ഹിന്ദു ബിലീഫ് സിസ്റ്റം, ഹിന്ദു അതിന്റെ വിശ്വാസ പ്രകാരം ഒരു വ്യക്തിയുടെ ആത്മാവ് ബ്രഹ്മവുമായിട്ട് ലയിച്ചു ചേരുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ റീബർത്ത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. റീബർത്ത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും, അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാല് അതുകൊണ്ട് അവസാനിക്കുന്നില്ല. എന്ത് ചെയ്യും? ആ വ്യക്തി അതിന്റെ ഏറ്റവും ടോപ്പ് ഓർഡറിലാണെങ്കിൽ ആ വ്യക്തി അടുത്ത് എന്തായിട്ട് മാറും? ഹി വിൽ ബി ഡിസോൾവിങ്. പരബ്രഹ്മത്തിൽ അത് ഡിസോൾവ് ആയിട്ട് അതങ്ങ് ലയിച്ചു മാറും. ഒരു സമുദ്രത്തിൽ നിന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തെ തിരിച്ച് സമുദ്രത്തിൽ ഒഴിക്കുന്നത് പോലെ ആ വ്യക്തി ലയിച്ചു മാറുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വ്യക്തി വീണ്ടും റീബർത്ത് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യും? മറ്റൊരു ജന്മം എടുത്ത് ആ റീബർത്ത് ഇങ്ങനെ സൈക്കിള് കണ്ടിന്യൂ ചെയ്തിട്ടിരിക്കും. അപ്പോ ഗ്രീക്ക് ഡ്രാമയിൽ പക്ഷെ എങ്ങനെയാണ്? ട്രാജഡീസ് ഉണ്ട്. ഗ്രീക്ക് ഡ്രാമയിൽ എന്തുണ്ട്? എന്നാൽ ട്രാജഡിയുടെ അർത്ഥം എന്ന് പറഞ്ഞാല്, ട്രാജഡി എന്ന് വെച്ചാല്, കോമഡി എന്ന് വെച്ചാല് ഹാപ്പി എൻഡിങ്. കോമഡി എന്ന് വെച്ചാൽ ഹാപ്പി എൻഡിങ്, ട്രാജഡി എന്ന് വെച്ചാല് സാഡ് എൻഡിങ്. അത് പ്രധാനപ്പെട്ടതാണ്, മറന്നു പോകരുത്. നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം ട്രാജഡി ആൻഡ് കോമഡി. കോമഡി എന്ന് വെച്ചാൽ ഹാപ്പി എൻഡിങ്, ട്രാജഡി എന്ന് വെച്ചാൽ സാഡ് എൻഡിങ്. സോ അപ്പൊ എന്തൊക്കെയാ വ്യത്യാസം? ഗ്രീക്ക് ഡ്രാമ ഓഫൺ എൻഡ്സ് ഇൻ ട്രാജഡി. ഗ്രീക്ക് ഡ്രാമയിൽ ഒത്തിരി നമുക്ക് ട്രാജഡീസ് കാണാൻ കഴിയും. എക്സാമ്പിൾ, ദ ഡൗൺഫോൾ ഓഫ് ഹീറോസ് ലൈക്ക് ഈഡിപ്പസ്. ഈഡിപ്പസ് എന്ന് പറയുന്നതായ ഹീറോയുടെ പതനം, അതൊരു വലിയ കഥയാണ്. ഈഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പിന്നെ പഠിക്കും. അടുത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമ, അതെന്തില്ല? അവോയ്ഡ്സ് ട്രാജിക് എൻഡിങ്സ്. ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിൽ എന്തില്ല? ട്രാജിക് എൻഡിങ്സ് നമുക്ക് കാണാനായിട്ട് കഴിയില്ല. എന്താണ്? ഇൻ ഹിന്ദു ഫിലോസഫിയില് ഡെത്ത് ഈസ് നോട്ട് ദി എൻഡ്. ഡെത്ത്, മരണം എന്തല്ല? അവസാനമല്ല. ബട്ട് എ സ്റ്റെപ്പ് ടുവേർഡ്സ്, പക്ഷെ ഒരു സ്റ്റെപ്പാണ് ടുവേർഡ്സ് റീബർത്ത് ഓർ ലിബറേഷൻ. അപ്പോ ആത്മാവിന്റെ ലിബറേഷൻ, അതായത് സ്വാതന്ത്ര്യത്തിന്, അതായത് ബ്രഹ്മവുമായി ലയിക്കുമ്പോൾ ആത്മാവ്
പൂർണ്ണമായിട്ട് സ്വതന്ത്രമാക്കപ്പെടുന്നത്. അപ്പൊ ഒന്നെങ്കിൽ അങ്ങനെ ലിബറേറ്റ് ആകുന്നതിനുള്ളതായ ഒരു എന്താണ് ഒരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ എന്താണ് വീണ്ടും അടുത്തൊരു ജന്മത്തിലേക്ക് വേണ്ടിയുള്ളതായ ഒരു ചവിട്ടുപടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ത്യൻ ക്ലാസിക്കൽ ഡ്രാമയിൽ നമുക്ക് എന്ത് കാണാൻ കഴിയാത്തത്? ട്രാജഡി കാണാനായിട്ട് കഴിയാത്തത്. അത് മറന്നു പോകരുത്. രണ്ടാമത്തെ ത്രീ യൂണിറ്റീസ് ഹാസ് ഫ്ലെക്സിബിലിറ്റി. ഇത് എളുപ്പമുള്ളതാണ്. ഗ്രീക്ക് ഡ്രാമ ഫോളോസ് ത്രീ യൂണിറ്റീസ്. ഞാൻ പഠിപ്പിച്ചതാ. ഗ്രീക്ക് ഡ്രാമയിൽ ത്രീ യൂണിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ടൈം, പ്ലേസ് ആൻഡ് ആക്ഷൻ. അപ്പം എന്തൊക്കെയായിരിക്കണം? ഒന്നുകിൽ നാടകം 24 മണിക്കൂറിനകത്ത് തന്നെ നടക്കുന്ന സംഭവങ്ങളായിരിക്കും. 24 മണിക്കൂറിനകത്ത് നടക്കുന്നതായ സംഭവങ്ങളായിരിക്കും. ഇപ്പൊ നമ്മൾ മൂവിയെ കാണുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് ചെയ്യും. ആദ്യം നായകൻ വരും, കുറച്ച് കഴിയുമ്പോൾ നായകന്റെ കുട്ടിക്കാലം വരും. അങ്ങനെയൊന്നും വരത്താൻ പറ്റത്തില്ല. എന്തൊക്കെ ചെയ്യണമെങ്കിൽ എല്ലാം കൂടി 24 മണിക്കൂറിനകത്ത് വേണമെങ്കിൽ അല്പമൊക്കെ മാറാം. പക്ഷെ 24 മണിക്കൂറിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു നാടകത്തില്. ഗ്രീക്ക് ഡ്രാമയുടെ നിയമം അതാണ്. ആ നിയമത്തിലെ അവർക്ക് നാടകം എഴുതാൻ പറ്റത്തുള്ളൂ. തോന്നും പോലെ നാടകം അവർക്ക് എഴുതാനായിട്ട് പറ്റത്തില്ല. എഴുതുന്ന ആള് ആ നിയമങ്ങൾ പാലിക്കണം. ആ നിയമത്തിനകത്ത് എന്താണ്? നാടകം വിത്തിൻ 24 hours അതിനകത്തുള്ളതായ കാര്യങ്ങൾ മാത്രമേ വരാവൂ. അതുപോലെ എന്തോന്നാണ്? പ്ലേസ് ഒറ്റ ലൊക്കേഷൻ തന്നെ ആയിരിക്കണം. ലൊക്കേഷൻ എന്ത് ചെയ്യരുത്? മാറരുത്. അതോടൊപ്പം തന്നെ എന്തുവാണ്? ആൻഡ് ആക്ഷൻ വൺ മെയിൻ പ്ലോട്ട്, ഒരു മെയിൻ പ്ലോട്ട് മാത്രമേ പാടുള്ളൂ. ഇതാണ് ത്രീ യൂണിറ്റീസ്. ഈ ത്രീ യൂണിറ്റീസ് ഏതിലുള്ളതാണ്? ഏത് ഡ്രാമയാണ് ഫോളോ ചെയ്യേണ്ടത്? ഗ്രീക്ക് ഡ്രാമ ഈ ത്രീ യൂണിറ്റീസ് ഫോളോ ചെയ്ത് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? എഴുതത്തുള്ളൂ. അടുത്ത ഇന്ത്യൻ ഡ്രാമ ആണെങ്കിലോ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. ഇന്ത്യൻ ഡ്രാമ എന്താണത്? ഫ്ലെക്സിബിൾ ആണ്. ഇവന്റ്സ് മേ സ്പാൻ മെനി ഇയേഴ്സ്. അത് ഒത്തിരി വർഷങ്ങൾ കൊണ്ടുള്ളതായ കഥയായിരിക്കാം. ഷിഫ്റ്റ് ബിറ്റ്വീൻ ഫോറസ്റ്റ്, പാലസ് ഓർ ഈവൻ ഹവല്ലി അല്ല എന്ന് വെച്ചാല് ഒരു കഥ നടക്കുന്നത് കാട്ടിലായിരിക്കും. പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ട് അങ്ങോട്ട് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് കൊട്ടാരത്തിലാകും. കുറച്ച് കഴിയുമ്പോൾ കൊട്ടാരം മാറിയിട്ട് അത് സ്വർഗമാകും. ഇങ്ങനെ ഇന്ത്യൻ ഡ്രാമയിൽ അതിനൊക്കെ ഉള്ളതായ സ്വാതന്ത്ര്യമുണ്ട്. ആൻഡ് ഇൻക്ലൂഡ് മൾട്ടിപ്പിൾ സ്റ്റോറി ലൈൻസ്. പലവിധമായ കഥകള്, ഉപകഥകളും ഒക്കെ ഇന്ത്യൻ ഡ്രാമയ്ക്കകത്ത്. മനസ്സിലായി? ഗ്രീക്ക് ഡ്രാമയില് ട്രാജഡീസ് കാണും അല്ലെ? ട്രാജഡീസ്. അപ്പൊ ട്രാജഡി എന്ന് പറഞ്ഞാല് സാഡ് എൻഡിങ്, കോമഡി എന്ന് വെച്ചാൽ ഹാപ്പി എൻഡിങ്. അപ്പോ പിന്നെ അതുപോലെ തന്നെ അതിന് കാരണവും നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ത്രീ യൂണിറ്റീസ് ഫോളോ ചെയ്യണം. ഏതൊക്കെയാണ് ത്രീ യൂണിറ്റീസ്? ടൈം, പ്ലേസ് ആൻഡ് 13ാമത്തെ ക്വസ്റ്റ്യന് ഹു ആർ ദ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ? ഹു ആർ ദ സ്റ്റോക്ക് ക്യാരക്ടേഴ്സ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ? സാൻസ്ക്രിറ്റ് ഡ്രാമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? സൂത്രധാർ. ആരാണ് സൂത്രധാർ? ദ സ്റ്റേജ് മാനേജർ ഓർ നരേറ്റർ ഹു ഇൻട്രൊഡ്യൂസസ് ആൻഡ് ഗൈഡ്സ് ദ പ്ലേ. ആരാണ്? സൂത്രധാർ. സൂത്രധാർ ആരാണ്? ദ സ്റ്റേജ് മാനേജർ ഓർ നരേറ്റർ. അറിയാലോ, നരേറ്റർ ഹു ഇൻട്രൊഡ്യൂസസ് ആൻഡ് ഗൈഡ്സ് ദ പ്ലേ. പുള്ളിക്കാരനാണ് സ്റ്റേജിലോട്ട് വന്നിട്ട് കഥ പറയുന്നതും കഥയെ കുറിച്ചൊക്കെ പറയുന്നതൊക്കെ ചെയ്യുന്ന ആളാണ് സൂത്രധാർ. പിന്നെ നായക് എന്ന് വെച്ചാൽ നായകൻ, ദ ഹീറോ. നായിക, ദ ഹീറോയിൻ. വിദൂഷക ക്ലൗൺ എന്ന് പറയും. കോമിക് റിലീഫ് എന്നാണ്, കോമഡിയൊക്കെ ചെയ്യത്തക്ക രീതിയിലുള്ള വിദൂഷക. അത് 4 പേര്. ആരൊക്കെയാണ്? ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ? സൂത്രധാർ, നായക്, നായിക, വിദൂഷക. അടുത്ത 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ഓഫ് സ്വപ്ന വാസവ ദത്ത ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ സ്റ്റോറി ഓഫ് സ്വപ്ന വാസവ ദത്ത ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ് ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. സ്വപ്ന വാസവ ദത്ത, അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വാസവദത്താസ് ഡ്രീം ഈസ് എ പ്ലേ ആട്രിബ്യൂട്ടഡ് ടു ഭാഷ. ഭാഷയാണ് ഈ കഥ എഴുതിയത്. അതിന്റെ പേരെന്താണ്? സ്വപ്ന വാസവ ദത്ത. ഇത് നിങ്ങൾക്ക് ഇനി നിങ്ങൾ വലിയ എക്സാംസ് ഒക്കെ എഴുതാൻ പോകുന്ന ടൈമിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ലതായിരിക്കും. അപ്പൊ സ്വപ്ന വാസവ ദത്ത എഴുതിയത് ആരാണ്? ഭാഷ എന്നതായ എഴുത്തുകാരനാണ് എഴുതിയത്. എന്താ പറയുന്നത്? ഇറ്റ് ടെൽസ് ദ സ്റ്റോറി ഓഫ് കിങ് ഉദായന ഓഫ് വത്സ ആൻഡ് ഹിസ് ക്യൂൻ വാസവദത്ത. ഇറ്റ് ടെൽസ്, ഇതിന്റെ ആരുടെ കഥയെ പറയുന്നത്? ഉദായന ഓഫ് വത്സ എന്ന രാജാവിന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രാജ്ഞിയായ വാസവദത്തയുടെയും. ടു സെക്യൂർ എ പൊളിറ്റിക്കൽ അലയൻസ്. നമുക്കറിയാം 2 രാജ്യങ്ങൾ തമ്മിൽ ചിലപ്പോഴൊക്കെ എന്ത് ചെയ്യാറുണ്ട്? രാജാവ് അടുത്ത രാജ്യത്തിലെ രാജ്ഞിയെ വിവാഹം കഴിക്കാറുണ്ട്. കഴിക്കുന്ന ഉദ്ദേശം എന്താണ്? രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഉണ്ടാകാൻ. ഇപ്പോ ഒരു വലിയൊരു രാജ്യം ഉണ്ടെങ്കിലും അതിന്റെ തൊട്ടടുത്തുള്ള
രാജ്യവുമായിട്ട് ഈ രാജ്യത്തിന് എപ്പോഴും എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്? യുദ്ധങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടത്തെ എന്താണ്, രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് പേടിക്കേണ്ട? ആ രാജാവ് ഈ രാജാവ് തമ്മിൽ സൗഹൃദത്തിലാവും. അപ്പൊ അതിനുവേണ്ടി രാജാവ് എന്ത് ചെയ്യും? അടുത്ത രാജ്യത്തിന്റെ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കും. അപ്പോ ഇവിടെയും എന്ത് ചെയ്യുകയാണ്? ഉദയൻ എന്ന രാജാവ് ടു സെക്യൂർ എ പൊളിറ്റിക്കൽ അലയൻസ്, അപ്പം ഒരു എന്താണ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള, അതായത് രാഷ്ട്രീയമായുള്ള കാര്യത്തിന് വേണ്ടി ഉദയന മസ്റ്റ് മേരി പത്മാവതി ദ പ്രിൻസസ് ഓഫ് മഖാദ. അപ്പൊ ഉദയൻ ആരെ വിവാഹം കഴിക്കണം? പത്മാവതിയെ വിവാഹം കഴിക്കണം. പക്ഷേ ഹീസ് ഓൾറെഡി മേരിഡ് ടു വാസവദത്ത. പക്ഷെ അദ്ദേഹം ആരെ വിവാഹം കഴിച്ചിരിക്കുന്നു? അദ്ദേഹം വാസവദത്ത എന്നൊരു സ്ത്രീ നേരത്തെ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട്. ടു മേക്ക് ദിസ് പോസിബിൾ വിത്തൗട്ട് സ്കാൻഡൽ, വാസവദത്ത സാക്രിഫൈസസ് ഹെർ പൊസിഷൻ. പക്ഷെ ഈ രാജ്യത്തിന് വേണ്ടി വാസവദത്ത എന്ത് ചെയ്യുകയാണ്? അവളുടെ സ്ഥാനത്ത് ഒഴിഞ്ഞു കൊടുക്കുകയാണ്. രാജ്ഞിയായിരുന്നു, അപ്പൊ രാജ്ഞിയായിട്ടുള്ള അവള് ആ സ്ഥാനമൊക്കെ ഉപേക്ഷിക്കുകയാണ്. ഷീ പ്രിറ്റൻസ് ടു ഹാവ് ഡൈഡ് ഇൻ എ പാലസ് ഫയർ. എന്നിട്ട് അവൾ മരിച്ചുപോയെന്ന് പറയപ്പെടുകയാണ്. ബട്ട് ഇൻ റിയാലിറ്റി ഷീ ലീവ്സ് ഇൻ ഹൈഡിങ്. പക്ഷെ അവൾ എന്ത് ചെയ്യണുള്ളൂ? ഒളിച്ച് താമസിക്കുന്നു. ലേറ്റർ, അവസാനം ഷീ റീഅപ്പിയേഴ്സ്, അവൾ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ആൻഡ് ഉദയന ഈസ് റീയുണൈറ്റഡ് വിത്ത് ബോത്ത് വാസവദത്ത ആൻഡ് പത്മാവതി. ഉദയന ആര് വിവാഹം കഴിക്കുന്നു? രണ്ടുപേരെയും വിവാഹം കഴിക്കുന്നു. വാസവദത്തെ വിവാഹം കഴിക്കുന്നു, പത്മാവതിയും വിവാഹം കഴിക്കുന്നു. ആ കഥ ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഈ കഥയിലെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ദ പ്ലേ ഹൈലൈറ്റ്സ് ലവ്, ലോയൽറ്റി ആൻഡ് സാക്രിഫൈസ്. അപ്പം ഈ കഥയിൽ എന്തൊക്കെ വരുന്നത്? സ്നേഹം, ലോയൽറ്റി. എന്താണ് ലോയൽറ്റി എന്ന് പറഞ്ഞാല്? താഴ്മയല്ല, താഴ്മ ഹമ്പിൾ ആണ്. ലോയൽ ആയിരിക്കുക, ഒരു വ്യക്തിയോട് ലോയൽ ആയിരിക്കുക, ലോയൽറ്റി. ലോയൽറ്റി ഒരു വ്യക്തിയോടോ സ്ഥാപനത്തോടോ ഉള്ള അവികാരികമായ അടുപ്പം. വേറെ വാക്കുകളുണ്ട്, അതിന് കിട്ടുന്നില്ല. അപ്പോ ഓക്കെ, ഫെയ്ത്ത്ഫുൾ ആയിരിക്കും എന്നുള്ളതൊക്കെ അർത്ഥമാണ്. അപ്പം എന്തൊക്കെയാണ് ഈ കഥയ്ക്കകത്ത് വരുന്നത്? ലവ്, ലോയൽറ്റി ആൻഡ് സാക്രിഫൈസ്. ലവ്, ലോയൽറ്റി ആൻഡ് സാക്രിഫൈസ്, ഷോയിങ് വാസവദത്ത സെൽഫ്ലെസ്നെസ്. ഇറ്റ് യൂസസ് ഡ്രാമാസ്, it uses dreams and dramatic irony. The audience know വാസ്തവദത്ത ഈസ് alive, but the characters believe otherwise. ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതായ കാഴ്ചക്കാർക്ക് വാസ്തവദത്ത മരിച്ചിട്ടില്ലെന്ന് അറിയാം, പക്ഷെ അതിലെ കഥാപാത്രങ്ങള് മരിച്ചെന്ന് വിശ്വസിച്ച് അഭിനയിക്കുന്നു. ഭാഷ, ഇവിടെ ഭാഷ എന്ത് ചെയ്യുകയാണ്? ബ്ലെൻഡ്സ് റൊമാൻസ് വിത്ത് പൊളിറ്റിക്കൽ തീം. എന്തിനെ ബ്ലെൻഡ് ചെയ്യുന്നു? ഒരു ഭാഗത്ത് സ്നേഹം, മറുഭാഗത്ത് എന്താണ്? രാഷ്ട്രീയമായ വിഷയങ്ങൾ. ഇപ്പൊ നല്ലൊരു ഒരു തീമല്ലേ? കാരണം നോക്കി, അദ്ദേഹത്തിന് ആരെ ഇഷ്ടമാണ്? വാസവദത്തെ ഇഷ്ടമാണ്. രാജാവിന്റെ പേരെന്തോന്നാണ്? ഉദയന. ഉദയന എന്ന രാജാവിന് ആരെ ഇഷ്ടമാണ്? വാസവദത്തെ ഇഷ്ടമാണ്. അപ്പൊ ഉദയനയ്ക്ക് ഉദയന എന്ന ആളിന്റെ ഭാര്യയാണ് ആര്? വാസവദത്ത. പക്ഷെ എന്ത് ചെയ്യാണ്? ഇദ്ദേഹത്തിന് ആരെ വിവാഹം കഴിച്ചേ പറ്റത്തുള്ളൂ? പത്മാവതി എന്നൊരു സ്ത്രീയെ, അതായത് അടുത്ത രാജാവിന്റെ മകളെ വിവാഹം കഴിച്ചേ പറ്റത്തുള്ളൂ. കഴിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യുദ്ധം ഉണ്ടാകും, പിന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അത് ഒഴിവാക്കാനും രാജ്യത്തിന്റെ നന്മയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്തേ പറ്റൂ? വിവാഹം കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ വിവാഹം കഴിക്കണമെങ്കിൽ ആര് സമ്മതിക്കണം? തന്റെ ഭാര്യ വാസവദത്ത അതിന് സമ്മതിക്കണം. കാരണം വാസവദത്ത ഓൾറെഡി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ ആ വാസവദത്ത പറയുകയാണില്ല, അത് പറ്റത്തില്ല, ഞാനാണ് രാജ്ഞി എന്ന്. അപ്പം ഈ വാസവദത്ത സമ്മതിക്കുക എന്ന് പറഞ്ഞാൽ വാസവദത്ത അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? തന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കണം. അപ്പൊ താനൊരു രാജ്ഞിയാണ്, അതെല്ലാം. അപ്പൊ ആ സ്ത്രീയുടെ എന്താ കാണിക്കുന്നത്? അവളുടെ എന്താണ് അതാണ് നമ്മളെ ക്വാളിറ്റീസ് പറയുന്നത്. എന്തൊക്കെയാണ് ക്വാളിറ്റീസ്? ലവ്, സ്നേഹം, രാജാവിനോടും രാജ്യത്തോടുമുള്ളതായ എന്താണ്? സ്നേഹം, ലോയൽറ്റി, അവരുടെ സാക്രിഫൈസ്, ഇതെല്ലാം നമുക്ക് അതിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ എന്തുണ്ടാകും? നമുക്ക് തന്നെ മാറ്റങ്ങൾ ഉണ്ടാക്കാം. അപ്പൊ ഭാഷ, എഴുത്തുകാരൻ എന്തിനേക്കാണ് ബ്ലെൻഡ് ചെയ്യുന്നത്? ബ്ലെൻഡ് ചെയ്യുക, ഇണക്കി ചേർക്കുക. എന്തിനേക്കാണ് ഇണക്കി ചേർക്കുന്നത്? റൊമാൻസും പൊളിറ്റിക്കൽ തീംസും. ഷോയിങ് ഹൗ പേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് റോയൽ ഡ്യൂട്ടീസ് ഇന്റർട്വൈൻ. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് കോംപ്ലക്സ് ക്യാരക്ടർ സൈക്കോളജി ഇൻ സാൻസ്ക്രിറ്റ് ഡ്രാമ. എന്താണ്? വൺ ഓഫ് ദ ഏർലിയസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് എന്താണ്? കോംപ്ലക്സ് ക്യാരക്ടർ സൈക്കോളജി. എന്താണ്? ഇന്ന് നമ്മൾ സൈക്കോ മൂവി എന്നൊക്കെ പറയാം. Complex character psychology in Sanskrit drama. The play demonstrates the Sanskrit ideal of happy resolution, not tragedy, but reconciliation and harmony at the end. അപ്പൊ നിങ്ങൾ പറഞ്ഞാട്ടെ, ഈ മൂവി എന്താണ്? സോറി, ഈ ഡ്രാമ ട്രാജഡി ആണോ കോമഡി ആണോ?
വിദ്യ പറ. ട്രാജഡി ആണോ കോമഡി ആണോ? ട്രാജഡി ആണോ കോമഡി ആണോ? കോമഡി എന്ന് വെച്ചാല് ഹാപ്പി എൻഡിങ്. ഇത് ഹാപ്പി എൻഡിങ് ആണോ സാഡ് എൻഡിങ് ആണോ? ഹാപ്പി എൻഡിങ് അല്ലേ? കാരണം നോക്കിയേ, അദ്ദേഹം രാജാവിന് പിന്നെ എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്? രണ്ടുപേരും വിവാഹം കഴിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ സത്യത്തില് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരനൊക്കെ എന്തുണ്ടാകുന്നു? ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ട്. ഒരു സന്തോഷകരമായ പര്യവസാനം. അടുത്ത ക്വസ്റ്റ്യൻ. ഡിസ്കസ് ശൂദ്രകാസ് കോൺട്രിബ്യൂഷൻ ടു സാൻസ്ക്രിറ്റ് ഡ്രാമ ത്രൂ മൃച്ഛകതിക. മൃച്ഛകതിക എന്നതായ കഥയിലൂടെ ശൂദ്രക സംസ്കൃത ഡ്രാമയിലേക്ക് എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? മൃച്ഛകതിക എന്താണ്? ദ ലിറ്റിൽ ക്ലേ കാർട്ട്. മൃച്ഛകതിക എന്നുള്ളതിന്റെ പേരെന്താണ്? ദ ലിറ്റിൽ ക്ലേ കാർട്ട് ഇസ് എ ഫേമസ് പ്ലേ ബൈ ശൂദ്രക. ശൂദ്രകയുടെ ഒരു പ്രസിദ്ധമായ ഒരു കൃതിയാണ് മൃച്ഛകതിക. ഇറ്റ് ടെൽസ് ദ ലവ് സ്റ്റോറി ഓഫ് ചാരുദത്ത. ഇതിൽ ആരുടെ കഥയാ പറയുന്നത്? ചാരുദത്ത എന്നൊരു വ്യക്തിയുടെ കഥയാണ് പറയുന്നത്. ചാരുദത്ത ആരാണ്? എ പുവർ ബട്ട് ഹംബിൾ ബ്രാഹ്മണ. അദ്ദേഹം എ പുവർ ബട്ട് നോബിൾ ബ്രാഹ്മണ. അദ്ദേഹം ഒരു പാവപ്പെട്ടവൻ മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹം ആരാണ്? ഒരു ബ്രാഹ്മണനാണ്. ആൻഡ് വസന്തസേന, അതേസമയം വേറെ ആരുണ്ട്? വസന്തസേന എന്ന് പറയുന്ന ഒരാളുണ്ട്. എ കോർട്ടീസൺ ഓഫ് ഗ്രേറ്റ് ബ്യൂട്ടി ആൻഡ് ജനറോസിറ്റി. വസന്തസേന ഒരു ലേഡിയാണ്. അവരെങ്ങനെയാണ്? നല്ല സൗന്ദര്യമുള്ളത്, ജനറോസിറ്റി ഉള്ളതുമായിട്ടുള്ളതായ ഒരു ലേഡിയാണ്. അപ്പം വൃക്ഷകതിക എന്നുള്ള കഥയിൽ ആരൊക്കെയാണ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത്? ചാരുദത്ത് പ്രധാനമായിട്ട് വരുന്നത്. ചാരുദത്തെയും വസന്തസേനയും. അത് എഴുതിയതാരാണ്? ശൂദ്രകയാണ്. Unlike more Sanskrit dramas based on mythological or royal themes, this play is remarkable for focusing on ordinary people and their struggles. ഇത് ശ്രദ്ധിക്കണേ. അൺലൈക്ക് മോസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമ, മിക്ക സംസ്കൃത ഡ്രാമകളും എഴുതപ്പെട്ടിരിക്കുന്നത് എന്തിനെ ആസ്പദമാക്കിയായിരിക്കും? മിത്തോളജിയെ ആസ്പദമാക്കിയായിരിക്കും. അല്ലെങ്കിൽ എന്തിനായിരിക്കും? അല്ലെങ്കിൽ റോയൽ തീംസിനെ ആസ്പദമാക്കി ആയിരിക്കും. കൂറ് അപ്പൊ രാജാവിനോട് കൂറ് കാട്ടുക എന്നുള്ളതാണ് ലോയൽറ്റിയുടെ അർത്ഥം. അപ്പൊ മൃച്ഛകതികയില് ആരൊക്കെയുടെ കഥയാണ് പറയുന്നത്? ചാരുദത്തയുടെയും പിന്നെ അതോടൊപ്പം തന്നെ ആരുടെയാണ്? വസന്തസേന. ചാരുദത്തയുടെയും വസന്തസേനയുടെയും. അപ്പം ചാരുദത്ത ആരാണ്? ഒരു ബ്രാഹ്മണനാണ്, പക്ഷെ എന്തോന്നാണ് അദ്ദേഹം? ഒരു നോബിൾ, നല്ലൊരു ബ്രാഹ്മണനാണ്. അതേസമയം വസന്തസേനയും അതോടൊപ്പം തന്നെ ഒരു കോർട്ടീസൺ എന്ന് വെച്ചാൽ ഉയർന്ന പദവിയുള്ള ഒരു സ്ത്രീയാണ്. എവിടെയാണ്? രാജകൊട്ടാരത്തിലെ ഉയർന്ന പദവിയുള്ളതായ ഒരു സ്ത്രീയാണ് വസന്തസേന. അൺലൈക്ക് മോസ്റ്റ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം, ഈ പോയിന്റ് നല്ല ശ്രദ്ധിച്ചോളെ. അൺലൈക്ക് മോസ്റ്റ് സാൻസ്ക്രിറ്റ് ഡ്രാമാസ്, മിക്ക സംസ്കൃത ഡ്രാമകളും എഴുതിപ്പെട്ടിരിക്കുന്ന എന്തിലാണ്? ബേസ്ഡ് ഓൺ മിത്തോളജിക്കൽ ഓർ റോയൽ തീംസ്. ഒന്നെങ്കിൽ അത് എന്തായിരിക്കും? അല്ലെങ്കിൽ മിത്ത് ബേസ് ചെയ്തായിരിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കഥ ബേസ് ചെയ്തായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. രാമായണ, മഹാഭാരത അതുപോലുള്ള ഏതെങ്കിലും കഥ ബേസ് ചെയ്തായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ റോയൽ തീംസ്, രാജകീയമായ തീംസിൽ നിന്നായിരിക്കും എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷെ ഈ കഥ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഈ കഥ എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഓർഡിനറി പീപ്പിൾ ആൻഡ് ദെയർ സ്ട്രഗിൾ. സാധാരണക്കാരുടെ ജീവിതവും അവരുടെ കഥകളെയും ആസ്പദമാക്കിയാണ് എന്തെഴുതപ്പെട്ടിരിക്കുന്നത്? മൃച്ഛകതിക എഴുതപ്പെട്ടിരിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പോൾ ഒട്ടുമിക്ക സംസ്കൃത ഡ്രാമകളും എന്തിനെ ആസ്പദമാക്കിയായിരിക്കും എഴുതുന്നത്? മിത്തോളജിക്കൽ മിത്സിനെ ആസ്പദമാക്കിയായിരിക്കും എഴുതുന്നത്. പക്ഷെ ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് എഴുതപ്പെട്ടിരിക്കുന്നത് സാധാരണക്കാരുടെ ജീവിതത്തെ വച്ചാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. ശൂദ്രകാസ് കോൺട്രിബ്യൂഷൻ. ശൂദ്രക എന്ന എഴുത്തുകാരന്റെ കോൺട്രിബ്യൂഷൻ ആണ് ഹ്യൂമനൈസിംഗ് ഡ്രാമ. ഹി ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം ഗോഡ്സ് ആൻഡ് കിങ്സ് ടു കോമൺ പീപ്പിൾ, ഷോയിങ് ദിയർ ജോയ്സ്, സോറോസ് ആൻഡ് സോഷ്യൽ കണ്ടീഷൻ. അതൊക്കെ നിങ്ങൾക്ക് നിസ്സാരമായിട്ട് എക്സാമിന് എഴുതാൻ പറ്റും. ചോദിച്ചാല് വളരെ നന്നായിട്ട് വിശദീകരിച്ച് എഴുതാൻ പറ്റും. നോക്കി, ശൂദ്രകയുടെ സംഭാവനകൾ എന്താണ്? ഹ്യൂമനൈസിംഗ് ഡ്രാമ സാധാരണക്കാർക്ക് വേണ്ടി ഡ്രാമ, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കാര്യങ്ങൾ തന്റെ ഡ്രാമയിൽ താന് പറഞ്ഞു. ഹി ഷിഫ്റ്റഡ് ഫോക്കസ് ഫ്രം ഗോഡ്സ് ആൻഡ് കിങ്സ്. എവിടെ നിന്നാണ്? രാജാവിൽ നിന്നും ദൈവങ്ങളിൽ നിന്നും ഫോക്കസ് മാറ്റിയിട്ട് എങ്ങോട്ട് ഫോക്കസ് കൊണ്ടുവന്നു? കോമൺ പീപ്പിൾ, സാധാരണക്കാരിലേക്ക് തന്റെ ഫോക്കസ് കൊണ്ടുവന്ന്. ഷോയിങ് ദിയർ ജോയ്, സോറോ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ്. അവരുടെ സാധാരണക്കാരുടെ സന്തോഷവും സാധാരണക്കാരുടെ ദുഃഖങ്ങളും സാധാരണക്കാരുടെ സാമൂഹികമായ അവസ്ഥകളെ കുറിച്ചൊക്കെ പറയാനായിട്ട് ആരംഭിച്ചു? ശൂദ്രക ആരംഭിച്ചു. അപ്പൊ ശൂദ്രക ഫോക്കസ് എവിടെ നിന്ന് എങ്ങോട്ടത്തേക്ക് മാറ്റി? രാജാവിൽ നിന്നും ദൈവങ്ങളിൽ നിന്നുമൊക്കെ ഫോക്കസ് മാറ്റിയിട്ട് സാധാരണക്കാരുടെ സന്തോഷവും ദുഃഖവും ഒക്കെ പറയാനായിട്ട് ശൂദ്രക ആരംഭിച്ചു. ബ്ലെൻഡിങ് ജോൺട്ര. അദ്ദേഹം ബ്ലെൻഡിങ് ജോൺട്ര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വ്യത്യസ്തമായ കഥാരീതികൾ, അതായത് ഡ്രാമ, പോയട്രി. അപ്പം
ഈ താൻ ഈ ജോണ്ടറുകൾ ബ്ലെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ്? ദ പ്ലേ കമ്പൈൻസ്, എന്തിനെ കമ്പൈൻ തുടങ്ങി? റൊമാൻസ്, കോമഡി, പൊളിറ്റിക്കൽ ഇൻട്രിഗ്യൂ, പാത്തോസ്. അപ്പം ഇങ്ങനെ പല കാര്യങ്ങൾ ഒരുമിച്ച് ബ്ലെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു കഥയിൽ തന്നെ റൊമാൻസ് വരുന്നു, കോമഡി വരുന്നു, പാത്തോസ് വരുന്നു, പൊളിറ്റിക്കൽ ഇൻട്രിഗ്യൂ വരുന്നു, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരുമിച്ച് അദ്ദേഹം ബ്ലെൻഡ് ചെയ്യാനായിട്ട് തുടങ്ങി. സോഷ്യൽ തീംസ്, ഇറ്റ് പോർട്രേസ് ക്ലാസ് ഡിഫറൻസസ്, ക്ലാസ് ഡിഫറൻസുകൾ പോർട്രേ ചെയ്യാൻ ആരംഭിച്ചു. ഇൻജസ്റ്റിസ്, കറപ്ഷൻ, ഇതെല്ലാം അദ്ദേഹം പോർട്രേ ചെയ്യാനായിട്ട് ആരംഭിച്ചു. സ്ട്രോങ് ക്യാരക്ടേഴ്സ്, വസന്തസേന ആസ് എ കോർട്ടീസൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് വെർച്യൂ ചലഞ്ചസ് സ്റ്റീരിയോടൈപ്സ്. ചാരുദത്ത റെപ്രസെന്റ്സ് ഇന്റഗ്രിറ്റി ഡെസ്പൈറ്റ് പോവർട്ടി. ഇവിടെ നോക്കിയേ, വസന്തസേന ആസ് എ കോർട്ടീസൻ വിത്ത് ഡിഗ്നിറ്റി ആൻഡ് വെർച്യൂ ചലഞ്ചസ് സ്റ്റീരിയോടൈപ്സ്. അതായത് സ്റ്റീരിയോടൈപ്പ് എന്ന് വെച്ചാല് നമുക്ക്, അതായത് ഇപ്പോ നമ്മളെ ജെൻഡർ റോൾസ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ശരിക്കും പഠിക്കും. അതായത് ഇപ്പൊ ഒരാൾ ഒരു കുട്ടി പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആ പെൺകുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ ടീച്ചർ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് ടീച്ചർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആരെ ഓർമ്മ വരത്തുള്ളൂ? ഒരു ലേഡിയെ ഓർമ്മ വരത്തുള്ളൂ, അല്ലേ? അതുപോലെ നേഴ്സ് എന്ന് പറയുമ്പോൾ ആരെ ഓർമ്മ വരത്തുള്ളൂ? ലേഡി. അതാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് ഇവിടെ ഈ വസന്തസേന എന്ത് ചെയ്യണം? അവര് ഒരു കോർട്ടിലായിരുന്നിട്ട് കൂടിയും അവരുടെ സ്വഭാവം നല്ലതാണ്. അപ്പം സാധാരണ കോർട്ടിലായിരിക്കുമ്പോൾ അവരുടെ സ്വഭാവം മോശമായിരിക്കും എന്നൊരു ചിന്തയാണ് നമുക്ക് വരാൻ ചാൻസ് ഉള്ളത്. പക്ഷെ അദ്ദേഹം അതിനെ തിരിക്കുകയാണ്. അപ്പൊ ചാരുദത്ത റെപ്രസെന്റ്സ് ഇന്റഗ്രിറ്റി ഡെസ്പൈറ്റ് പ്രോവർട്ടി. അതുപോലെ തന്നെ ചാരുദത്ത സാധാരണ എന്താണ്, ദാരിദ്ര്യത്തിൽ കിടക്കുന്നവര് കള്ളം ചെയ്യും എന്നൊരു സ്റ്റീരിയോ ടൈപ്പ്, അതായത് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ അതിനെയും ഇദ്ദേഹം തിരിക്കുകയാണ്. ഹാപ്പി റെസൊല്യൂഷൻ ഇൻ ലൈൻ വിത്ത് സാൻസ്ക്രിറ്റ് ട്രഡീഷൻ. അദ്ദേഹം സംസ്കൃത നാടകങ്ങളിലെ പോലെ ഈ കഥ എങ്ങനെയാണ് അവസാനിക്കുന്നത്? പോസിറ്റീവ്ലി, ഒരു കോമഡി, ഒരു പോസിറ്റീവ് എൻഡിങ് ആണ്. ഈവിൾ ഈസ് പണിഷ്ഡ്, ലവേഴ്സ് ആർ യുണൈറ്റഡ്, ജസ്റ്റിസ് ഈസ് റിസ്റ്റോർഡ്. എന്തൊക്കെയാണ്? ഈവിൾ ഈസ് പണിഷ്ഡ്, ലവേഴ്സ് ആർ യുണൈറ്റഡ്, ജസ്റ്റിസ് ഈസ് റിസ്റ്റോർഡ്. നമ്മൾ ഈ പാഠം പഠിച്ച് ഒരു ടെസ്റ്റും ചെയ്ത് ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് അങ്ങ് പോകും. പോയ ശേഷം നമ്മൾ പിന്നെ ഒന്നേന്ന് ഈ പാഠങ്ങളെല്ലാം, ഇപ്പൊ യൂണിറ്റ് 1 മാത്രമേ ആയിട്ടുള്ളൂ. യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4 ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും എക്സാം ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുകൂടെ റെഫർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് നല്ല തറവായിട്ട് മാറും എക്സാമിന് മുമ്പായിട്ട്. അതിന്റെ കൂടെ വരും. എല്ലാം നമുക്ക് നോക്കാം. വേറെ ടീച്ചേഴ്സിനെ കൂടെ അറേഞ്ച് ചെയ്യാം. വേറെ ടീച്ചേഴ്സിനെ കൂടെ അറേഞ്ച് ചെയ്ത് തരാം ഇടയ്ക്കൂടെ. അപ്പൊ ഇത്രയും കുറച്ചുകൂടെയൊക്കെ ഇത് വരത്തില്ല. എല്ലാം ഇംഗ്ലീഷ് ബേസ് ചെയ്ത് വരുന്നതാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ശരി. Thus, Shudraga made Sanskrit drama more socially relevant, realistic, and emotionally rich, ensuring Mrichakadika a lasting place in Indian theatre. അങ്ങനെ എന്ത് ചെയ്യാണ്? Thus, അപ്രകാരം Shudraga made Sanskrit drama more socially relevant, realistic, and emotionally rich, ensuring Mrichakadika a lasting place in Indian theatre. ഈ 2 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? What are the major characteristics of Sanskrit drama that differentiate it from popular folk theatre? അപ്പോ what are the major characteristics of Sanskrit drama? Sanskrit dramaയുടെ പ്രധാനപ്പെട്ടതായ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിനെ പോപ്പുലർ ഫോക്ക് തിയേറ്ററുമാരിൽ നിന്ന്, സാധാരണമായിട്ടുള്ള ഫോക്ക് തിയേറ്ററിൽ നിന്ന് അതിനെ വ്യത്യസ്തമാക്കുന്നതായ സംസ്കൃത് ഡ്രാമയുടെ സ്വഭാവങ്ങൾ എന്തൊക്കെയാണെന്നാണ്. Sanskrit drama developed as a classical refined art form and it differs from folk theatre in the following ways. Number 1, എന്താണ് ഒന്നാമത്തെ വ്യത്യാസം? emphasis on rasa. എന്തിനാണ് emphasize ചെയ്യുന്നത്? emphasis on rasa. The main aim of Sanskrit drama is to evoke rasa. That rasa എന്നാണ് aesthetic sentiment, giving the audience a refined ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ എക്സ്പീരിയൻസ്. അപ്പം ഈ സാൻസ്ക്രിറ്റ് ഡ്രാമയെ ഫോക്ക് തിയേറ്ററിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാമത്തെ ഘടകം എന്തോന്നാണ്? എംഫസിസ് ഓൺ രസ. രസയിൽ എന്താ പറയുന്നത്? the main aim of Sanskrit drama is to evoke rasa, aesthetic sentiment, giving the audience a refined emotional and spiritual experience. ഇതൊക്കെ പറഞ്ഞതാണ്.
ഫോക്ക് നമ്മുടെ ഇന്നത്തെ സിനിമയുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. നമ്മൾ ഇന്ന് കാണുന്ന സിനിമ പോലെ ഫോക്ക് തിയേറ്ററിന് ഇന്ന് കാണുന്ന സിനിമ പോലെ കമ്പയർ ചെയ്താൽ മതി. ഫോക്ക് തിയേറ്റർ ഫോക്കസസ് മോർ ഓൺ എന്റർടൈൻമെന്റ്, റിച്വൽ ഓർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. അപ്പം ഫോക്ക് തിയേറ്ററിന് നമ്മൾ സാധാരണയായിട്ട് എന്താണ് തെരുവ് നാടകങ്ങൾ പോലെ. അപ്പം അതിലെന്താണ് എന്റർടൈൻമെന്റ്, ജസ്റ്റ് ആൾക്കാരെ രസിപ്പിക്കുക, റിച്വൽ ആചാരങ്ങൾ നടത്തുക, കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഒരു കൂട്ടം ആൾക്കാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എന്തിന്റെ പ്രാധാന്യം, ഫോക്ക് ഡ്രാമയുടെ. അതിലവര് ഫോക്ക് തിയേറ്ററിൽ അവർ ധാരാളമായിട്ട് കാണിക്കുന്നത്. സാൻസ്ക്രിറ്റ് ഡ്രാമയിലാണെങ്കിലോ അവര് രസയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. രസം എന്ന് പറയുന്നത് എന്താണ്, ഈസ്തെറ്റിക് സെന്റിമെന്റ് ആണ്. ലാംഗ്വേജ് ആൻഡ് സ്റ്റൈല്. സാൻസ്ക്രിറ്റ് ഡ്രാമ ഏത് ഭാഷയിലാണ് കൂടുതലായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്? സംസ്കൃത് ഡ്രാമ സംസ്കൃതത്തിലാണ് കൂടുതലായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നത്. സാൻസ്ക്രിറ്റ് ഡ്രാമ യൂസ് സാൻസ്ക്രിറ്റ്. എന്തൊക്കെ ഭാഷകളാണ് സാൻസ്ക്രിറ്റ് ഡ്രാമയിൽ ഉപയോഗിക്കുന്നത്? സാൻസ്ക്രിറ്റും പ്രകൃതിക്. സാൻസ്ക്രിറ്റ് ഭാഷയും പിന്നെ എന്ത് ഉപയോഗിക്കും? പ്രകൃതിക് ഭാഷയും ഉപയോഗിക്കും. ചോസൺ അക്കോർഡിംഗ് ടു കാസ്റ്റ്, ക്ലാസ്, ജെൻഡർ ആൻഡ് സിറ്റുവേഷൻ. ഇപ്പൊ എന്താണ് കാസ്റ്റ് ബേസ് ചെയ്ത്. എന്താണ് കാസ്റ്റ്? ഹയർ കാസ്റ്റ് ആൾക്കാർ ഏതിലാണ് സംസാരിക്കുന്നത്? സംസ്കൃത ഭാഷയിലായിരിക്കും സംസാരിക്കുന്നത്. അതുപോലെ ക്ലാസ്, ജെൻഡർ, സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ളതിനെ, സിറ്റുവേഷൻ, സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടൊക്കെ. ഫോക്ക് തിയേറ്റർ യൂഷ്വലി യൂസസ് ലോക്കൽ ഡയലക്ട്സ് ആൻഡ് കൊളോക്യൽ സ്പീച്ച്. ഫോക്ക് തിയേറ്ററിൽ എന്താണ് ഉപയോഗിക്കുന്നത്? ലോക്കൽ ഡയലക്ട്, സാധാരണമായിട്ടുള്ള ഭാഷയും അതോടൊപ്പം തന്നെ കൊളോക്യൽ ആയിട്ടുള്ളതായ സ്പീച്ചും, സംഭാഷണ രീതിയുമാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നത്. ഒരു മിനിറ്റ്.